സെൻസർ ബോർഡ് ഹാൽ എന്ന ചിത്രത്തിന് കത്രിക വെച്ചതാണ്. അതായത് അതിൽ നിന്ന് ഏതാണ്ട് ഒരു 19ഓളം സീനുകൾ മാറ്റണം എന്ന് പറഞ്ഞു സെൻസർ ബോർഡ് പറഞ്ഞു. അത് ചില വാക്കുകൾ ബീഫ് ബിരിയാണി എന്ന വാക്ക്, മറ്റൊന്ന് സംഘം കാവലുണ്ട്, ധ്വജപ്രണാം, അങ്ങനെയുള്ള വാക്കുകളാണ് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള ഇല്ലെങ്കിൽ സിനിമകൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളുണ്ട്. കോടതിയിലാണ് കേസുള്ളത്. ഇതിലെന്തായിരിക്കും കോടതി തീരുമാനിക്കുക എന്നൊക്കെ വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കുക. ജെയിംസ്, ഇതൊരു സ്ഥിരം പരിപാടിയായിട്ടുണ്ട് സെൻസർ. അപ്പോൾ സംഘപരിവാറിന് വേണ്ടിയാണോ സിനിമ സെൻസർ ചെയ്യുന്നതെന്നൊരു ചോദ്യം കൂടി വരുന്നില്ലേ? സെൻസർ ബോർഡിൽ ആരൊക്കെ ഇരിക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. സെൻസർ ബോർഡിൽ മുമ്പൊക്കെ ഉണ്ടാകുന്ന സിനിമയിൽ എന്തെങ്കിലും തരത്തിലുള്ള വൈദഗ്ധ്യമുള്ള ആൾക്കാരായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഓഫീസുകളിലിരിക്കുന്ന ആളുകൾ പ്രധാനമായും BJP നോമിനികളാണ്, അല്ലെങ്കിൽ RSSൻ്റെ നോമിനികളാണ്. അവരെ സംബന്ധിച്ച് സിനിമയിലൂടെ സംഘത്തെ വിമർശിക്കുന്ന അല്ലെങ്കിൽ BJP വിമർശിക്കുന്ന ഒരു കണ്ടന്റ് വരെ എന്ന് പറഞ്ഞാൽ അവർക്ക് അസ്വസ്ഥത ഉണ്ടാകും. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം ഈ കല, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന അവരുടെ അടുത്തുകൂടി പോലും പോയിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മൾ ഇന്ത്യയിൽ ഇന്ന് വരെ കണ്ടുപോകുന്നിരുന്ന ഇന്ന് കലയിലൂടെയും സാഹിത്യത്തിലൂടെയും ഭരണകൂടത്തെ വിമർശിക്കുക, അധികാരത്തെ ചോദ്യം ചെയ്യുക എന്നുള്ളതൊക്കെ സാധാരണ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് അതില്ല. അപ്പോൾ അതില്ലാതാക്കുന്നത് എങ്ങനെയാണ്? അതില്ലാതാക്കുന്നത് സെൻസർ ബോർഡുകൾ വഴിയാണ്. ആ സെൻസർ ബോർഡുകൾ വഴി അങ്ങനെ ഇല്ലാതാക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇല്ലാതാവുന്നത് എന്താണ്? ആളുകൾക്ക് ഇത് വേറൊരു മെസ്സേജ് കൊടുക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്ക് സംഭവിച്ചത് നമുക്കറിയാം. അത് വളരെ നിരുപദ്രവമെന്ന് തോന്നുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണ് അത് അവർക്ക് കോടതിയിൽ പോകേണ്ടി വന്നത്. വളരെ നിരുപദ്രവകരം. ഒരു കഥാപാത്രത്തിൻ്റെ പേര് ഒരു ഇതിഹാസ വനിതയുടെ പേരായും പോയി. അപ്പോൾ ഇതിഹാസ വനിതയുടെ പേര് ഇനി ഇടാൻ പാടില്ലേ? ഇതിഹാസ വനിതയുടെ പേര് സിനിമയ്ക്ക് ഇടാൻ പാടില്ലേ? ശരിക്കും ഇടാൻ പാടില്ല? ഇങ്ങനെയുള്ള കുറേയധികം ചോദ്യങ്ങളുണ്ട് അതിൽ പോലും കോടതി എത്രമാത്രം കോംപ്രമൈസ് ചെയ്തിട്ടാണത് സമ്മതിച്ചത് നമുക്ക് അറിയാം. ഇന്നിറങ്ങിയ രാവണപ്രഭു ഇറങ്ങിയില്ലേ? അതിലെ നായികയെ മോഹൻലാൽ തട്ടിക്കൊണ്ടുപോവാണ്. മോഹൻലാലാണ് രാവണപ്രഭു. ആ നായികയുടെ പേര് ജാനകി എന്നാണ്. അപ്പോൾ അതേത് കാലത്ത് ഇറങ്ങി? 90കളിൽ ഇറങ്ങിയ സിനിമയാണ്. അപ്പോൾ ആ കാലം കഴിഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, മലയാള സിനിമ ഈ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുന്ന കുറേയധികം സിനിമകൾ മലയാള സിനിമയിൽ വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അലൻസിയറിൻ്റെ വളരെ ഒരു കാരിക്കേച്ചർ സ്വഭാവമുള്ള ഒരു സിനിമയിൽ നിക്കറും ബനിയനിട്ടുകൊണ്ട് നിൽക്കുന്നൊരു ഫോട്ടോ ഉണ്ട്, ഒരു സിനിമ RSകാരനായിട്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു അസ്വസ്ഥതയുണ്ട്. ഇപ്പോൾ എംപുരാൻ ഇറങ്ങിയപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ നമുക്കറിയാം, അത് തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ. അപ്പോൾ മലയാള സിനിമയിൽ നിന്ന് അത്തരത്തിലുള്ള വളരെ ധൈര്യത്തോടെ സംഘപരിവാറിനെ, അതിൻ്റെ രാഷ്ട്രീയത്തെ, BJPയെ, ഇപ്പോഴത്തെ ഭരണകൂടത്തെയൊക്കെ ചോദ്യം ചെയ്യുന്ന കണ്ടൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ കണ്ടൻറ്റുകൾ വരുന്നത് മറ്റെല്ലായിടത്തും എന്താണ്? മറ്റ് ഇൻഡസ്ട്രികൾ നമ്മൾ നോക്കുക. മറ്റ് ഇൻഡസ്ട്രികൾ എന്താ സംഭവിക്കുന്നത്? ബോളിവുഡ് പൂർണ്ണമായും പ്രൊപ്പഗൻഡ വുഡായി മാറിയിരിക്കുന്നു. പ്രൊപ്പഗൻഡ സിനിമകൾ മാത്രം ഇറങ്ങുന്ന ഒരു ഇൻഡസ്ട്രി അത് മാറി. പിന്നെയുള്ളത് പ്രധാനപ്പെട്ട ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ തെലുങ്കാണ്. തെലുങ്കിൽ എന്താണ്? മാസ് മൂവി എന്നതിൻ്റെ പേരിൽ ഭരണകൂട നറേറ്റീവിനോട് ചേർന്ന് നിൽക്കുന്ന, എന്നാൽ അതിനെ പരസ്യമായി സപ്പോർട്ട് ചെയ്യാത്ത, അതിനോട് ചേർന്ന് നിൽക്കുന്ന കണ്ടൻറ്റുകൾ അവിടെ നിന്ന് വരുന്നു. തമിഴിൽ വളരെ പൊളിറ്റിക്കലായിട്ടുള്ള സിനിമകൾ ഇറങ്ങിയിരുന്നു. വെട്രിമാരനെ പോലുള്ള. വെട്രിമാരന് പണി നിർത്തേണ്ടി വന്നു വിളിച്ചു പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസം. അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് പൂട്ടുന്നു. അനുരാഗ് കശ്യപ് ബോളിവുഡിൽ നിന്ന് തിരിച്ചു വരുന്നു. അപ്പോൾ എല്ലാ ഇൻഡസ്ട്രികളും കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കന്നഡയാണ് ഭീകരം. അത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല, അവിടുന്ന് നല്ല സിനിമകൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പൊളിറ്റിക്കൽ കണ്ടന്റുള്ള സിനിമകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയുടെ മെയിൻ സ്ട്രീം എന്ന് പറയുന്നത് ഭരണകൂടത്തിന് വിധേയപ്പെട്ട് നിൽക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ മാധ്യമങ്ങൾ മുഴുവൻ വിധേയരാക്കി. മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ദൃശ്യമാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും ഉൾപ്പെടെ എല്ലാവരെയും വിധേയരാക്കി. പിന്നെയുള്ളത് സിനിമയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ത്യയുടെ കൾച്ചറൽ ഐക്കൺ എന്ന് പറയാവുന്ന ബോളിവുഡിനെ നാമാവശേഷമാക്കി. അതിന് പ്രൊപ്പഗൻഡ മൂവികൾ മാത്രം ഉണ്ടാക്കുന്ന, റീമേക്ക് മാത്രം ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രിയാക്കി മാറ്റി. പിന്നെ അവർ വരുന്നത് കണ്ടാണ് തെലുങ്ക് സിനിമകൾ നല്ലതാണെന്നുള്ള പ്രചാരം നടന്നു. അതേസമയത്ത് തെലുങ്കിൽ നിന്ന് ഇവർക്ക് ആവശ്യമുള്ള കണ്ടന്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. പിന്നെ ആകെ പിടിച്ചു നിൽക്കുന്ന മലയാളമാണ്. മലയാളത്തെ പരമാവധി ഇഗ്നോർ ചെയ്യാൻ നോക്കുന്നു. അവാർഡുകൾ നിരസിക്കപ്പെടുന്നു. അത്തരം അവാർഡുകൾ പരിഗണിക്കാതിരിക്കുന്നു. അപ്പോഴാണ് വരുന്നു വീണ്ടും നമ്മളെ വിമർശിക്കുന്ന സിനിമകൾ അവിടെ നിന്ന് വരുന്നു, അല്ലെങ്കിൽ നമ്മളെ കളിയാക്കുന്ന സിനിമകൾ വരുന്നു. കളിയാക്കുന്നു അവർക്ക് തോന്നുന്ന. ഇപ്പോൾ സംഘം കാവലുണ്ട് എന്ന് സർക്കാസ്റ്റിക്കായിട്ട് പറഞ്ഞാൽ അത് നമ്മളെ കളിയാക്കുന്നതാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനുള്ള ബുദ്ധിയുണ്ട്. അതാണ് രസം. അപ്പോൾ അവിടെയും കൂടി പിടിക്കാം എന്നുള്ളതിൻ്റെ ലക്ഷ്യം ഇതാണ്. അതായത് ഒരു 10 സിനിമകളെ ഇങ്ങനെ ഡിസ്റപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ, ഒരു 10 സിനിമകളെ സെൻസർ ബോർഡ് അത് വെട്ടണം ഇത് വെട്ടണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ഇനി സിനിമ എഴുതുന്നവർ എന്ത് ചെയ്യും? ഈ പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടി അത്തരം കണ്ടന്റ് അങ്ങ് ഒഴിവാക്കും. അതാണ് അവരുടെ ലക്ഷ്യം. അല്ലാണ്ട് ഇതിപ്പോൾ നാളെ കോടതിയിൽ നിന്ന് അനുവദിക്കുകയോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല. അപ്പോൾ കോടതി അനുവദിച്ചാൽ പോലും ഇതൊരു പണിയാണല്ലോ. ഒരു സിനിമ ഇറക്കാൻ പോകുമ്പോൾ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ലൈനിൽ ഒരു ഡിസ്റപ്ഷൻ വന്നു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഒരു ഉദ്ദേശിക്കുന്ന സമയത്ത് റിലീസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഇനിയുള്ള സിനിമകളിലെങ്കിലും നിങ്ങൾ സൂക്ഷിച്ച് എഴുതിക്കുക എന്നുള്ള മെസ്സേജ് കൊടുക്കുകയാണ്. പക്ഷേ കോടതി ഇത് അനുവദിക്കാൻ സാധ്യതയൊന്നും തോന്നുന്നില്ല. കാരണം വളരെ നിസ്സാരമെന്ന് കരുതുന്ന കാര്യങ്ങളിൽ
ആണ് ഈ ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷേ കോടതിയിൽ ആരും പറയാൻ പറ്റില്ല. പക്ഷേ ഈ ജാനകിയുടെ കാര്യം തന്നെ പറഞ്ഞു. ജാനകിയുടെ കാര്യത്തിൽ കോടതി ഒരു കോംപ്രമൈസ്ഡ് പൊസിഷനാണ് എടുത്തത്. ഇതിലിപ്പോൾ എന്ത് ചെയ്യുന്നു കണ്ടറിയാം. ഇതിലെന്തായിരിക്കും നിഷാദ് ചെയ്യുക? കാരണം ജാനകി തിയേറ്ററിൽ പോയി കണ്ടതിന് ശേഷമാണ്, അല്ല മൂവി കണ്ടതിന് ശേഷമാണ് കോടതി ഒരു തീരുമാനം എടുത്തത്. ഇതും ഇനി കണ്ടിട്ട് ശരിയാ ബീഫ് ബിരിയാണി മാറ്റി ചിക്കൻ ആക്കാൻ കോടതി പറയുന്നതാണ്. എനിക്കൊരു ഉറപ്പില്ല കോടതിയെക്കുറിച്ച്. മറ്റേ കേസ് നോക്കി, ഈ ജാനകിയുടെ കേസിനകത്ത് പോലും കോടതിയിൽ മുമ്പിൽ നിന്നുള്ള പ്രയർ എടുത്ത് കളയണ്ടേ? എന്തായാലും ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം ജാനകി എന്ന് പറയുന്ന പേര് ഉപയോഗിച്ചിരിക്കുന്നു. അതിനകത്ത് നായിക കഥാപാത്രം ആക്രമിക്കപ്പെടുന്നു. അങ്ങനെ ഒരു പേര് വെച്ചുകൊണ്ട് പോകാൻ പാടില്ല. ഞങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട പേരാണ്, എടുത്തുകൊണ്ട് പോകാൻ പറയണ്ടേ? അങ്ങനെയുള്ള പേര് ഈ അകത്ത് ആർക്കെല്ലാം ഉണ്ട്? ജാനകി എന്ന് പറഞ്ഞാൽ സീതയുടെ പര്യായപദമാണ്. സീതയുടെ പര്യായപദമുള്ള എത്ര പേരുണ്ട്? അതവിടെ ആർക്കെല്ലാം ഉണ്ട്? അത്തരം സ്ത്രീകൾ റിയൽ ലൈഫിൽ തന്നെ ആക്രമിക്കപ്പെടുന്നുണ്ട്. ആ ആക്രമണമെല്ലാം നിങ്ങൾക്ക് തടയാൻ പറ്റുമോ എന്ന് ചോദിക്കേണ്ട കോടതി. അതായത് ജാനകി എന്നുള്ള പേര് എന്ന പേരുള്ള ഒരാൾ ആക്രമിക്കപ്പെടുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. റിയൽ ലൈഫിൽ ആക്രമിക്കപ്പെടുന്നുണ്ട് നൂറുകണക്കിന് ജാനകിമാർ. അത് തടയാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? നിങ്ങളുടെ കയ്യിലല്ലേ ഗവൺമെൻറ് ഇരിക്കുന്നത്? നിങ്ങൾക്ക് കോടതി ചോദിക്കണം. എന്നിട്ട് അപ്പം എടുത്ത് കാണണം. അതിന് കോടതി അത് പിന്നെ കേൾക്കുന്നു, വിശദമായ വാദം കേൾക്കുന്നു. അതിനുശേഷം കോടതി ഇതിനെ കണ്ടു നോക്കുന്നു. കണ്ടതിന് ശേഷം സമവായത്തിൻ്റെ രൂപത്തിൽ അതിന് ചെറിയൊരു ചേഞ്ച് വരുത്താൻ പറയുന്നു. ആ കോടതി എവിടെയുള്ളത്? ആ കോടതിന് മുമ്പിലാണ് ബീഫ് ബിരിയാണി, സംഘം കാവലുണ്ട് പോലെയുള്ള വാക്കുകൾ പാടില്ല എന്ന് പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഇത്തരം ചെറിയത് മുതൽ അങ്ങ് വലിയ കേസുകൾ വരെ ഉണ്ട്. ഹിന്ദുത്വ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള കേസുകൾക്കകത്ത് സമവായത്തിൻ്റെ ശബ്ദം സംസാരിക്കുന്ന കോടതികളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കോടതി ഇതിനകത്ത് വളരെ ഗംഭീരമായൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇത് തള്ളിക്കളയുമെന്നും സ്വതന്ത്ര കലാമേഖലയ്ക്ക് അനുഗുണമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞതുണ്ടല്ലോ, ഇതങ്ങോട്ട് മാക്സിമത്തിൽ വരണം എന്നാണ്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ നടത്തുന്ന ഈ ഇൻഫിൽട്രേഷൻ അതിൻ്റെ മാക്സിമത്തിൽ വരണം. എന്നിട്ട് ഇവിടെ കൊള്ളാവുന്ന ഒരു തമാശയും ഉണ്ടാക്കാൻ കഴിയാത്ത നില തന്നെ വരട്ടെ. എന്നിട്ട് ഈ പറഞ്ഞ ഹിന്ദുത്വ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് അതിന് താണു മടങ്ങി നിൽക്കുന്ന സാധനം മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ എന്ന നില വരണം. എന്നിട്ട് ഇവരൊക്കെ കളിയാക്കി വിളിക്കുന്ന താലിബാൻ എന്ന വിളിയുണ്ടല്ലോ, താലിബാനാണോ? ആ സംഗതി ഇവിടെ വരുമ്പോഴാണ് ഇതിന് കൊടി പിടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് തന്നെയും തോന്നണം നമുക്കൊരു കൊള്ളാവുന്ന പടം കാണാൻ പറ്റാത്ത നാടായിട്ട് മാറിയല്ലോ, നമുക്കൊന്നും ചിരിക്കാൻ പറ്റിയ ഒരു സാധനമില്ലല്ലോ എന്ന് അവർക്ക് തോന്നണം. അവർക്ക് അപമാനം തോന്നണം. അങ്ങനെ അത് ചെയ്യരുത്, ജാനകി എന്നുള്ള പേരിടരുത്, കൃഷ്ണൻ എന്നുള്ള പേരിടരുത്, ശിവൻ എന്നുള്ള പേരിടരുത്. അങ്ങനെ ഇതിന് മാക്സിമത്തിൽ പോട്ടെ. മാക്സിമത്തിൽ പോയിട്ട് ബീഫ് ബിരിയാണിന്നോ ഒരു ഘട്ടം കഴിഞ്ഞാൽ ബിരിയാണി പാടില്ല, അത് മുഗളന്മാർ കൊണ്ടുവന്നാണ്, ആ പ്രയോഗം പാടില്ല എന്നല്ല വരണം. അങ്ങനെ എല്ലാം കട്ട് ചെയ്യണം. ഏതോ നമ്മൾ ഇപ്പോൾ താലിബാനെക്കുറിച്ച് പറഞ്ഞില്ല, ആ നിലയിൽ എത്തുമ്പോൾ മാത്രമേ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന വളിപ്പ് എന്തുമാത്രം വഷളത്തരമാണെന്ന് ഇവർക്ക് മനസ്സിലാവും. ഇത് അങ്ങേറ്റം പോകും. ഇപ്പോൾ ഇതിലെല്ലാം അഭിമാനം കൊണ്ടുമാണ് ഇവർ, ഞങ്ങൾ അവന്മാരുടെ പ്രോജക്റ്റ് അവന്മാരെ തടഞ്ഞു, അവന്മാരുടെ വാക്ക് തടഞ്ഞു, അവന്മാരുടെ സിംബൽസ് തടഞ്ഞു. പക്ഷേ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നം എന്ന് ചോദിച്ചാൽ കല എന്ന് പറയുന്ന സംഗതിയിൽ അടിമുറിച്ച് കളയുകയാണ്. അത് മനസ്സിലാവണമെങ്കിൽ അതിൻ്റെ മാക്സിമം എത്തുകയും ആർക്കും ഒരു പണിയെടുക്കാൻ പറ്റാത്ത നില വരും. അപ്പോഴാണ് ഇത് മനസ്സിലാവും. ഇത് അവരെ തോൽപ്പിക്കാൻ, അവർക്കിട്ട് അടിക്കാനുള്ള പരിപാടിയായിട്ടാണ് ഇപ്പോൾ എല്ലാവരും കാണുന്നത്. അവർക്കിട്ടുള്ള അടി മാത്രമല്ല, നമ്മുടെ നെഞ്ചത്തും കൂടെ കൊള്ളുന്ന പരിപാടിയാണെന്നും നമ്മുടെ തലമുറകൾ നമ്മളെ പുച്ഛിക്കുമെന്നും മനസ്സിലാക്കാൻ ഒരു പക്ഷേ കുറച്ചുകൂടി സമയം എടുക്കുമായിരിക്കും. ഇത്ര സംഭവം ഉണ്ടായിട്ട് ഈ സംഘടനകൾ എന്താ എത്ര സീരിയസ് ആയിട്ട് എടുത്തൊരു പ്രതിഷേധവും നടത്തുന്നത്? ഇത് ബിസിനസ്സാണ് തന്നെയാണ്. ഇത് വലിയ പൈസ മുടക്കിയിട്ടുള്ള ബിസിനസ്സാണ്. ആ ബിസിനസ്സിനകത്ത് പ്രൊട്ടസ്റ്റിലേക്ക് പോവുക, സർക്കാരുമായി യുദ്ധം ചെയ്യുക. സർക്കാരിനെ അങ്ങനെ നോക്കാനൊന്നുമില്ല. നമ്മൾ ഈ ചെയ്യുന്നത് ധാർമ്മികമായി ശരിയല്ലോ, ലോകം നമ്മളെ നോക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു വിചാരമില്ല സർക്കാരാണിത്. നിങ്ങളൊരു പ്രതിഷേധം ഉയർത്തുക, നിങ്ങളൊരു പ്രതിപക്ഷ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുക. നിങ്ങളെ എങ്ങനെ ഇ ഡി കേസിൽ തൂക്കിയെടുത്ത് അകത്തിലാവുന്നതിനെക്കുറിച്ചാണ് സർക്കാർ നോക്കുന്നത്. നിങ്ങളുടെ ദിവസങ്ങളോട് മുഖ്യമന്ത്രിമാരെ പോലും പിടിച്ചകത്തിലും. സർക്കാരിന് അങ്ങനത്തെ ഒരു മേൽകീഴ് നോട്ടമൊന്നുമില്ല. അതുകൊണ്ട് കോടിക്കണക്കിന് രൂപ ഇറക്കി ബിസിനസ് ചെയ്യുന്ന ഒരു സിനിമ എടുക്കുന്ന ഒരു മനുഷ്യന് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ നിൽക്കുമോ? എങ്ങനെയെങ്കിലും പോയി ഇത് ഊരാൻ നോക്കുക. നാളെ ഇപ്പോൾ അജിൻസ് പറഞ്ഞ പോലെ ഇത്തരം ഒരു വാചകങ്ങളില്ലാത്ത സിനിമ ഉണ്ടാക്കാൻ നോക്കും. അപ്പോൾ ഈ ഇൻഡസ്ട്രിയുടെ ക്വാളിറ്റി ഇല്ലാതായി കഴിയുമ്പോൾ ഇതിൻ്റെ കൊടി പിടിക്കുന്ന ആൾക്കാർക്ക് തന്നെ ക്വാളിറ്റി ഇല്ലാതാകുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? കുറേ അങ്ങോട്ട് കഴിയുമ്പോൾ ബിസിനസ് ലോസാണ് ഉണ്ടാകാൻ പോവുക. ബോളിവുഡിന് എന്താ സംഭവിച്ചത്? ബോളിവുഡ് രാവിലെ എഴുന്നേക്കും മുതൽ മോദിയെ പിന്തുണയ്ക്കുന്നതും മോദിയുടെ പ്രോജക്റ്റിനെ പിന്തുണയ്ക്കുന്നതുമായ സിനിമ മാത്രം ഉണ്ടാക്കി. അതിൻ്റെ അവസ്ഥ എന്താണ് ഇപ്പം? ബോളിവുഡിൻ്റെ പഴയ പ്രതാപവും ഗാംഭീര്യവും എവിടെ പോയി? ഇപ്പോൾ ഈ പറഞ്ഞ മൊത്തം അരങ്ങ് വാഴുന്നത് മലയാളം സിനിമ ഇൻഡസ്ട്രിയും തമിഴും തെലുങ്കും ഒക്കെയാണ്. മറ്റവൻ്റെ കന്നഡ വരെ ഈ പറഞ്ഞ ഇവിടുന്ന് ഉണ്ടാക്കുന്ന പഴയ പടങ്ങളുടെ എല്ലാം റീമേക്ക് എടുത്ത് അതും പൊളിയാണ് അവിടെ. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്? വിശ്വാസ്യത എന്ന് പറയുന്ന സംഗതി നഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു ഹെൽത്തി അറ്റ്മോസ്ഫിയർ കംപ്ലീറ്റായി തകർന്നു. അപ്പോൾ ആ തകർച്ച എല്ലായിടത്തും ഉണ്ടാകുമ്പോൾ മാത്രമേ ബിസിനസ് തകരും, മാത്രമേ എല്ലാം എന്താ പറയുന്നത് ഈ ഭരണകൂടത്തിൻ്റെ ഈ സമ്മർദ്ദത്തിൻ്റെ അവസാനം ഒരു തകർച്ചയുണ്ട്. ആ തകർച്ചയുടെ ഒടുവിലാണ് എല്ലാത്തിൻ്റെയും വിപ്ലവം സംഭവിക്കാമെന്ന് പറയും. മനുഷ്യന്മാർക്ക് ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഇനി നമുക്ക് പ്രതികരിച്ചേ പറ്റുള്ളൂ, ഇനി നമുക്ക് സമരം ചെയ്തേ പറ്റൂ, ഇനി നമുക്ക് മുദ്രാവാക്യം വിളിച്ചേ പറ്റൂ എന്ന് എല്ലാവർക്കും തോന്നുന്നൊരു സന്ദർഭം ഉണ്ടാവും. ഇപ്പോൾ ഇതൊക്കെ ഒരു രസമാണ്. ഏത് ആ ബിരിയാണി കട്ട് ചെയ്തു അത് കൊള്ളാം എന്ന് തോന്നും. കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു അനുഭവവേദ്യമായിട്ടുള്ള ഒരു മൊമെൻറ്റ് വരും. ആ മൊമെൻറ്റ് വരട്ടെ എന്നാണ് ഞാൻ പറയാം.